കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനിൽ പി. എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സനിൽ പി ഉണ്ട്. നമസ്കാരം ശ്രീ സനിൽ. നമസ്കാരം. കതിരൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയാണ്. പട്ടണത്തോട് ഏറെ സാദൃശ്യമുള്ള ഒരു പഞ്ചായത്താണ്. 18 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. മാലിന്യ സംസ്കരണം, ടൂറിസം, സ്ത്രീ ശാക്തീകരണ രംഗത്തൊക്കെയാണ് പ്രത്യേകം ഊന്നു നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണ്. ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? മാലിന്യ സംസ്കരണ രംഗത്ത് കതിരൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് കാണുന്ന ഹരിതകർമ്മ സേനയുടെ ആദ്യ രൂപമായിട്ടുള്ള സുസ്ഥിര ശുചിത്വ വളണ്ടിയർ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ ആദ്യമായി രൂപപ്പെടുത്തിയത് ഈ കതിരൂരിലാണ്. ഏതാണ്ട് 15 വർഷം മുൻപ് അന്നത്തെ ഭരണസമിതിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് 5ഓളം വളണ്ടിയർമാരെ പ്രത്യേകമായി നിശ്ചയിച്ചുകൊണ്ട് ഇന്നത്തെ അതേ രീതിയിൽ വീടുകളിൽ നിന്ന് സംസ്കരിച്ച അല്ലെങ്കിൽ ശുദ്ധീകരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കളക്ട് ചെയ്യുന്ന രീതി ആരംഭിച്ചു. പിന്നീടാണ് ഈ ഹരിതകർമ്മ സേന എന്ന രീതിയിലേക്ക് അത് വിപുലീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേരളത്തിൽ തന്നെ ആദ്യമായി മാലിന്യ സംസ്കരണ രംഗത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവെപ്പ് നടത്തിയിട്ടുള്ള പഞ്ചായത്തുകളിൽ ഒന്ന് കതിരൂരാണ്. അതോടൊപ്പം തന്നെ അതിന്റെ തുടർച്ചയായി ഇപ്പോൾ നമ്മൾ സ്വന്തമായി RRF സംവിധാനവും മെയിലിംഗ് ഷെഡിംഗ് മെഷീനും ഒക്കെയായി കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ശ്രദ്ധേയമായ നിലയിൽ ഈ പ്രവർത്തന രംഗത്ത് കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. അതോടൊപ്പം മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനത്തിന്റെ മാതൃക കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2023-24 വർഷത്തെ ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡിൽ കേരളത്തിൽ ഈ ക്ലീൻ ആൻഡ് ഗ്രീൻ വിഭാഗത്തിൽ കതിരൂർ 1ാം സ്ഥാനത്താണ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായമാണ്. യൂസർ ഫീ നൽകുന്ന തുകയിൽ നിന്ന് ഒരു ചെറിയ പങ്ക് കതിരൂരിലെ ക്യാൻസർ രോഗികൾക്ക് മാറ്റിവെക്കുന്ന ഒരു പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുചിത്വ സന്ദേശ പദയാത്ര, മാരത്തോൺ അടക്കം സംഘടിപ്പിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആശയത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേർന്നത്? പൊതുവിൽ എല്ലായിടങ്ങളിലുമുള്ള പരാതി ജനങ്ങൾ ഈ പ്രവർത്തനത്തോടൊപ്പം സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള IEC പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മളിവിടെ കുറെ കൂടി അത് സർഗാത്മകമായി ആ പ്രവർത്തനത്തെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു. ഉദാഹരണത്തിന്, വീടുകളിൽ നമ്മൾ പോകുമ്പോൾ യൂസർ ഫീ കൊടുക്കാത്ത പലരും ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. ആ കൊടുക്കുന്ന യൂസർ ഫീയിൽ ഒരു ചെറിയ ശതമാനം ഇതുപോലുള്ള ക്യാൻസർ രോഗികളെ സഹായിക്കാനാണെന്നും അതോടൊപ്പം തന്നെ വീടുകളിലെ പ്ലാസ്റ്റിക് അവിടെ കത്തിച്ചാലോ ഭൂമിയിൽ വലിച്ചെറിഞ്ഞാലോ അവർക്ക് ക്യാൻസർ രോഗമാണ് ഉണ്ടാവുക എന്നുമുള്ള ഒരു സന്ദേശം ഒരേപോലെ വീടുകളിലേക്ക് പൊതുസമൂഹത്തിനകത്ത് ആകെ എത്തിക്കാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാൻസർ രോഗികൾക്ക് ഒരു സഹായം കൊടുക്കാൻ കഴിഞ്ഞു. ഒപ്പം ഏതാണ്ട് 9,000-ലധികം വരുന്ന വീടുകളുടെ പൂർണ്ണമായ സഹകരണം നമുക്ക് ഈ രംഗത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്ലീൻ ആൻഡ് ഈ ഗ്രീൻ പ്രോജക്റ്റിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ മാരത്തോണും അതുപോലുള്ള പരിപാടികളൊക്കെ. സാധാരണ എല്ലാ സ്ഥലത്തും നടക്കാറുള്ളതാണ്. പക്ഷേ ഈ ക്യാൻസർ രോഗികളുടെ സഹായം എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിനകത്താണ് ആദ്യമായി അത്തരമൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടുള്ളത്. അത് പൂർണ്ണമായും ജനങ്ങളെ ഈ രംഗത്ത് അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ഒരു കാരണവശാലും അവരാരും ഈ രംഗത്ത് ഒരു മറുത്തൊരു അഭിപ്രായം പറയാത്തൊരു സാഹചര്യം രൂപപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള പദ്ധതി തന്നെയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. അതുപോലെ തന്നെ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണോ കതിരൂർ ഗ്രാമപഞ്ചായത്ത്? എങ്ങനെയാണ് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത്? ടൂറിസത്തിന്റെ കതിരൂർ സാധ്യത എന്ന് പറയുന്നത്, കതിരൂര് അറിയപ്പെടുന്നത് കളരിയുടെ ഒരു നാടായിട്ടാണ്. കളരിയുടെ നാടായി അറിയപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ പൊന്നം ഏഴരക്കണ്ടം എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്. പഴയ നമ്മൾ വടക്കൻ പാട്ടുകളിലെല്ലാം കേട്ട് പരിചയമുള്ള തച്ചോളിയോദയനനും അതുപോലെ തന്നെ കതിരൂർ കുരിക്കളും അവസാനമായി അങ്കംവെട്ടി എന്ന് പറയുന്ന
പൊരുതി മരിച്ചു എന്ന് പറയുന്ന സ്ഥലം ഈ പുന്നം ഏഴരക്കണ്ടമാണ്. പിന്നീട് അത് വടക്കൻ വീരഗാഥ സിനിമകളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിലധികമായി കതിരൂരിലെ ഈ പുന്നത്ത് പ്രവർത്തിക്കുന്ന പാട്യം ഗോപാലൻ സ്മാരക വായനശാലയും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ആദരണീയനായ നമ്മുടെ ഇന്നത്തെ നിയമസഭാ സ്പീക്കറും സ്ഥലം MLA-യുമായിട്ടുള്ള എൻ ഷംസീർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രദ്ധേയമായ ഇടപെടലിന്റെ ഭാഗമായി നമ്മൾ അന്നത്തെ ഈ അംഗം വീണ്ടും പുനഃക്രമീകരിക്കുകയും അതിന് പുന്നത്തംഗം എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. കഴിഞ്ഞ 10 വർഷമായി ഫോക്ലോർ അക്കാദമി ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് നമ്മൾ ആ പ്രവർത്തനം നടത്തി വരികയാണ്. കഴിഞ്ഞ ഒരു 4 വർഷമായി ആ രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടായി. ആ മാറ്റം എന്ന് പറയുന്നത് കോവിഡിന് ശേഷം വലിയ നിലയിലുള്ള പങ്കാളിത്തം ഈ പരിപാടിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. വിദേശത്ത് നിന്നുൾപ്പെടെ ആളുകൾ കളരി കാണാൻ വേണ്ടി എത്തിച്ചേർന്നു. ആ ഘട്ടത്തിലാണ് നമ്മളൊരു കളരി അക്കാദമി ആൻഡ് മ്യൂസിയം എന്നുള്ളൊരു പ്രപ്പോസൽ സർക്കാരിന് മുൻപാകെ അവതരിപ്പിക്കുന്നത്. 8 കോടി രൂപ സർക്കാർ അതിനെ ബഡ്ജറ്റ് പ്രപ്പോസലായി അനുവദിച്ചു. അതിൽ നിന്നാണ് നമ്മൾ ടൂറിസം സാധ്യതകളെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇന്ന് ഏഴരക്കണ്ടത്തിൽ കളരി അക്കാദമി ആൻഡ് മ്യൂസിയം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി കതിരൂര് ഒരു ടൂറിസത്തിന്റെ വലിയ സാധ്യതകളാണ് തുറന്നിടാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യക്ഷേത്രങ്ങളിൽ ഒന്ന് കതിരൂരിലാണ്, സൂര്യനാരായണ ക്ഷേത്രം. അതോടൊപ്പം തന്നെ കളരി പാരമ്പര്യത്തിന്റെ ഭാഗമായി പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പടക്കുറുപ്പിന്റെ ഒരു കാവ് ഉൾപ്പെടെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതും നമ്മൾ ബഡ്ജറ്റ് പ്രപ്പോസലിലേക്ക് വന്നു. ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ അതും സർക്കാർ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചുമർ ചിത്രം തയ്യാറാക്കപ്പെടുന്നത്, ക്ഷേത്ര ചുമർ ചിത്രം തയ്യാറാക്കപ്പെടുന്നത് കതിരൂരിലെ സൂര്യനാരായണ ക്ഷേത്രത്തിലാണ്. ഇങ്ങനെ വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെ നമ്മൾ ടൂറിസത്തിന്റെ സാധ്യതകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ കതിരൂരിന്റെ ഏറ്റവും വലിയ സാധ്യത ടൂറിസമാണ് എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഓപ്പൺ ജിംനേഷ്യം അടക്കമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണ രംഗത്തെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്താനാവുക? കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ രംഗത്ത് ശ്രദ്ധേയമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട്. ഈ ഭരണസമിതിയുടെ കാലയളവിൽ നമ്മൾ അതിനൊരു സമഗ്ര പദ്ധതിയാക്കി രൂപപ്പെടുത്തുകയായിരുന്നു. അതിന് പെൺകതിർ എന്നാണ് നമ്മൾ പേര് നൽകിയിട്ടുള്ളത്. കതിര് ഒന്നിൽ നിന്ന് മുളച്ച് ആയിരങ്ങളായി മുളച്ചു കൊണ്ടുന്നു എന്നുള്ള ഒരു വലിയ ആശയത്തെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു പേര് നൽകിയിട്ടുള്ളത്. ആ പെൺകതിർ പദ്ധതിയുടെ നമ്മുടെ ബ്രാൻഡ് അംബാസഡറായി ഇവിടെ പ്രവർത്തിക്കുന്നത് സിഷ്ണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു വലിയ പ്രത്യേകത, അവർക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, വർത്തമാനം പറയാൻ കഴിയില്ല. പക്ഷെ അവര് ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരാണ് നമ്മളെ ഈ പരിപാടിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡറായി നമ്മളിപ്പോൾ മുമ്പിൽ നിർത്തിയിട്ടുള്ളത്. ഒട്ടനവധി പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു മാതൃകാ പ്രൊജക്റ്റാണ് സ്ത്രീകളിലെ വിളർച്ചാരോഗം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവ എന്ന പേരിലുള്ള പരിപാടി. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ ആദ്യ രൂപം വിങ്സ എന്ന പേരിൽ ഈ കതിരൂരിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് സ്ത്രീകളിലെ വിളർച്ചാരോഗം പരിഹരിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയായിരുന്നു. പിന്നീട് അത് സംസ്ഥാന സർക്കാർ അതിന്റെ പ്രൊജക്റ്റായി പിന്നീട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഓപ്പൺ ജിംനേഷ്യം ആയാലും സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ആദ്യത്തെ, മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ സ്ത്രീകൾക്ക് മാത്രമായി ഉള്ള ഒരു ഇൻഡോർ ജിംനേഷ്യം അല്ലെങ്കിൽ ഫിറ്റ്നസ് സെന്റർ എന്നുള്ളത് നമ്മളിവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴും വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള യോഗ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ സ്ത്രീ ശാക്തീകരണത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വലിയ നിലയിലുള്ള പരിപാടികളാണ്, സംരംഭങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആ രംഗത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും സ്ത്രീകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി രൂപീകരണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പ്രത്യേകമായി അവരുടെ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് ഉൾപ്പെടെ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കബഡി പരിശീലനം, അത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ആ കാണുന്ന മാറ്റൊക്കെ നമ്മൾ തന്നെ പ്രത്യേക പദ്ധതി തയ്യാറാക്കി വാങ്ങിച്ചതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കബഡി പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ ദേശീയ ടീമിൽ മത്സരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ മത്സരിക്കാൻ വേണ്ടി കേരള ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ രംഗത്തും വലിയ നിലയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്.
തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മഴക്കാലമാണ്, ഈ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെ നേരിടുന്ന പ്രദേശങ്ങളുണ്ടോ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? നമ്മുടെ പഞ്ചായത്തില് ഒരു സൈക്ലോൺ ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. അത് നേരത്തെ പ്രളയകാലത്ത് ഉണ്ടായിരുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലാകെ ഒരു 20 സൈക്ലോൺ ഷെൽട്ടർ ഏതാണ്ട് 3 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ്. ഒരേ സമയത്ത് ഒരു 100-ലധികം ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന കേന്ദ്രമാണ്. അത്തരം ഒരു സംവിധാനം താലൂക്കിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെൽട്ടർ ഹോമായിട്ടാണ് ഇപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആശങ്കകളില്ല, ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട്. അവിടെ നേരത്തെ തന്നെ നമ്മുടെ കോവിഡിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന കിടക്കയും കട്ടിലും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏത് സമയത്തും എത്ര പേരെ വേണമെങ്കിലും അവിടെ നമുക്ക് താമസിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ 2018 ശേഷം, അന്നത്തെ പ്രളയകാലത്തിന് ശേഷം കതിരൂരിൽ പ്രത്യേകിച്ച് നമുക്കൊരു വലിയ നിലയിലുള്ള സന്നാഹത്തോടു കൂടിയ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായി വന്നിട്ടില്ല. ഇതിലേറ്റവും പ്രധാനം നമ്മൾ വെള്ളം കെട്ട് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ ഇടപെടലുകളാണ്. ആ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ വിജയകരമാണ് എന്നുള്ളതിന്റെ റിസൾട്ട് കൂടിയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി വെള്ളക്കെട്ടുകൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പുന്നംപുഴയുടെ ഭാഗമായി വരുന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾ നമുക്കൊരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നീട് ഒരു പട്ടണ സ്വഭാവം കാണിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ അപൂർവം ചിലയിടങ്ങളിൽ വീടുകളൊക്കെ രൂപപ്പെട്ടതിന്റെ ഭാഗമായി വന്നിട്ടുള്ള വെള്ളക്കെട്ടുകൾ മാത്രമാണ്. അല്ലാതെ മഴക്കാല പ്രശ്നങ്ങളൊന്നും നമ്മുടെ പഞ്ചായത്തിനകത്ത് സമീപകാലത്ത് വലിയ നിലയിൽ ഉണ്ടായിട്ടില്ല. ഈ കാറ്റും മറ്റുമൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രശ്നങ്ങൾ പൊതുവെ കുറവാണ്. പിന്നീട് നമ്മൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെയായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായി നടത്തി വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. വലിയ പ്രശ്നങ്ങൾ ഈ മഴക്കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ബാലസൗഹൃദ പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ആരോഗ്യരംഗത്ത് പാലിറ്റീവ് പ്രവർത്തനമൊക്കെ മികച്ച രീതിയിൽ നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത്. പാലിറ്റീവ് പ്രവർത്തനം എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? പാലിയേറ്റീവ് പ്രവർത്തനം നമ്മുടെ 3 ആരോഗ്യ മേഖലയിൽ എന്ന് പറഞ്ഞാൽ അലോപ്പതിയിലായാലും ആയുർവേദത്തിലായാലും ഹോമിയോയിലായാലും 3ലും നമുക്ക് നിലവിൽ ഈ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായും നമ്മൾ കേന്ദ്രീകരിക്കുന്നത് FHCയിലാണ്, കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രത്യേകമായ ഒരു നേഴ്സിനെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഈ പാലിയേറ്റീവ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് പ്രത്യേകമായി ഒരു ആംബുലൻസ് സംവിധാനമൊക്കെ ഇവിടെയുള്ള ഒരു സഹകരണ സ്ഥാപനം, ഒരു കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി പ്രത്യേകമായി നമുക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനം നടത്തുന്നത്. പിന്നീട് സർക്കാരിലേക്ക് പ്രത്യേക അനുമതിയോടുകൂടി ആ പാലിയേറ്റീവ് പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായി നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ നമുക്ക് അനുമതി ലഭിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അതിന് അനുമതി ലഭിച്ചു. ഇന്ന് കേരളമാകെ ഏത് പഞ്ചായത്തുകൾക്ക് വേണമെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കാവുന്ന രീതിയിലേക്ക് ഒരു പുതിയ നയം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾ പ്രത്യേകമായി ഒരു ഫിസിയോതെറാപ്പി സെന്ററും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പാലിയേറ്റീവ് പ്രവർത്തനം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല നിലയിൽ ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ വിഷ്വലിൽ കണ്ടിട്ടുള്ളത് പോലെ കിടപ്പ് രോഗികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ എന്നുള്ള നിലയിൽ അവരെ നമ്മൾ യാത്രകൾക്ക് വേണ്ടി അവരെ കൂടി നമ്മൾ കൂടെ കൂട്ടുന്നു. പ്രത്യേകമായി അവർക്ക് പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ, ക്യാമ്പയിനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവരുടെ ജീവിത പ്രയാസങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചു വരുന്നുണ്ട്. ആയുർവേദ അതുപോലെ തന്നെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റും ഒരുപക്ഷെ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഹോമിയോ രംഗത്തെ ഒരു സാന്ത്വന പരിചരണം എന്നുള്ള ആശയം നമ്മുടെ കതിരൂരിൽ നടപ്പിലാക്കപ്പെടുന്നത്. ഇതിന് പുറമെ പുറത്തുള്ളവരുടെ കൂടി സഹായം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കതിരൂരിൽ പ്രവർത്തിച്ചു വരുന്ന കൃഷ്ണപിള്ള സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൈത്താങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ദയ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇതിനെല്ലാം ഒരുമിച്ച് ഒരേ രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് പാലിയേറ്റീവ് രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ കഴിയുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന തലത്തിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള പുരസ്കാരം നമ്മളെ തേടി ഈ രംഗത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത്, പാലിയേറ്റീവ് രംഗത്ത്, സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്?
ഭാവി ഏറ്റവും പ്രധാനം ഈ ഏഴരക്കണ്ടത്തിലെ കളരി അക്കാദമി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ ടൂറിസം മേഖലയിലെ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചുമർ ചിത്രം, അതുപോലെ തന്നെ പയ്യമ്പള്ളി ചന്തു സ്മാരകം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം. അതോടൊപ്പം കതിരൂരിലെ കർഷകരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്, അവിടുത്തെ നേന്ത്രവാഴ കർഷകരുടെ സ്വപ്നമാണ് പുന്നം നേന്ത്രന് ഭൗമസൂചിക പദവി നേടിയെടുക്കുക എന്നുള്ളത്. ആ പ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അത് സമീപ ദിവസങ്ങളിൽ തന്നെ യാഥാർത്ഥ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലായി മാറാൻ വേണ്ടി പോകുന്ന ഒരു വിപുലമായ ഒരു RRF സംവിധാനം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും യാഥാർത്ഥ്യമാക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു വലിയ പ്രവർത്തനം കതിരൂരിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ചില എക്സ്റ്റൻഷൻ പ്രവൃത്തികൾ കൂടി വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതിയൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ലൈഫ് ഭവന പദ്ധതി നമ്മൾ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലായിട്ടുള്ള പദ്ധതികൾ വളരെ വിജയകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒന്നാം ഘട്ടം നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പൂർണ്ണമായി നമ്മൾ വീട് നൽകി കഴിഞ്ഞു. മൂന്നാം ഘട്ടം ഇപ്പോൾ ഭൂമിയുള്ള ഭവനരഹിതർക്ക് പൂർണ്ണമായും വീട് നൽകി കഴിഞ്ഞു. ഭൂമിയില്ലാത്ത ഭവനരഹിതരുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകമായി സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ സമീപ ദിവസമാണ് ചുണ്ടങ്ങാപ്പുയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു 7ഓളം പേർക്ക് ഉള്ള വീടിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് അവരവിടെ താമസം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡറിനുള്ള വീട് ഈ കതിരൂരിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം കൈമാറുന്നത്. മറ്റെവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയില്ല. നമ്മുടെ ശ്രദ്ധയിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡറിന് പ്രത്യേകമായി ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നൽകുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥലം ഉൾപ്പെടെ തീരെ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക്, OSC കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ, മറ്റ് പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ നമ്മൾ നൽകിയിട്ടുണ്ട്. 4-5 വീടുകൾ ആ നിലയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഭൂമിയില്ലാത്ത ഭവനരഹിതരുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സമീപ സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. കാരണം അതിൽ പലരും ഇപ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ഭവന പദ്ധതികൾ വളരെ ശ്രദ്ധേയമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ആകെയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് കോളനികളിലെ ഈ ഇരട്ട വീടുകൾ എന്നുള്ളത്. അത് നമ്മുടെ പഞ്ചായത്തിനകത്ത് പ്രത്യേകമായി പദ്ധതി തയ്യാറാക്കി ഇപ്പോൾ അതും ആ ഇരട്ട വീടുകളെല്ലാം ഒറ്റ വീടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭവന പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങൾ എത്രത്തോളമാണ് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ പ്രത്യേകമായ ഒരു സൊസൈറ്റി ഉണ്ട്, കെൻപോസ് എന്നാണ് അതിന്റെ പേര്. അവര് AMC അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അത് തിരുവിളക്കുകൾക്ക് മാത്രമല്ല, അത് ഹൈമാസ്റ്റ്, മിനിമാസ്റ്റ് പോലുള്ള ലൈറ്റുകൾക്കും ആ AMC സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ലൈറ്റ് കത്താത്ത പ്രശ്നം, അപൂർവം ചില പരാതികളും മാറ്റി നിർത്തിയാൽ അതാത് സമയത്ത് തന്നെ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ MLA ഫണ്ടിൽ നിന്ന് നമുക്ക് തുക അനുവദിച്ചതിനെ തുടർന്ന് 400ഓളം ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചു. പിന്നീട് നിലാവ് പദ്ധതിയിൽ 1000ഓളം ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ ഒരു 200 ലൈറ്റുകൾ കൂടി MLA ഫണ്ടിൽ നിന്ന് അടുത്ത ദിവസം തന്നെ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ തെരുവിളക്കുകൾ പരമാവധി നമ്മുടെ പ്രദേശത്തെ അത്യാവശ്യ മേഖലകളിലെല്ലാം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പട്ടണ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ആളുകളുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. അടിസ്ഥാനപ്പെടുത്തി കുറെ കൂടി ഇനിയും സ്ട്രീറ്റ് ലൈനുകൾ വലിക്കാൻ ബാക്കിയുണ്ട്. ആ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വീട് പോലെ തന്നെ ജനങ്ങളുടെ അത്യാവശ്യമായ ഒരു ഘടകമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. ഈ ജലജീവൻ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ജലജീവൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിനകത്ത് 4500-ലധികം ആളുകൾക്ക് കണക്ഷൻ കൊടുത്തു. അതിനു മുൻപേ തന്നെ പഞ്ചായത്ത് സ്വതന്ത്രമായി ജലനിധി പദ്ധതി എന്നുള്ള നിലയിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1500-ലധികം ആളുകൾക്ക് കുടിവെള്ള കണക്ഷൻ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത്
ടാങ്കറിൽ വെള്ളം കൊടുക്കുക, അല്ല വേനൽക്കാലത്ത് ടാങ്കറിൽ വെള്ളം കൊടുക്കേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ പ്രവർത്തനം ഫലപ്രദമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഒപ്പം നമ്മൾ ജലസംരക്ഷണ ക്യാമ്പയിൻ, ഉറവ എന്ന പേരിലുള്ള ജലസംരക്ഷണ ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പലയിടത്തും നമുക്ക് കിണർ റീചാർജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായി ഈ ജലസംരക്ഷണ പ്രവർത്തനത്തിന്റെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം എന്നുള്ള നിലയിലുള്ള തോട് സഭ എന്ന പരിപാടി, തോടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഈ കതിരൂരിലാണ്. അങ്ങനെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പാരലലായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ നിലയിലുള്ള കുടിവെള്ള പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇല്ല. നമ്മൾ ഈ ക്യാമ്പയിനിലേക്ക് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭൂഗർഭ ജലനിരപ്പ് താഴ്ന്ന ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പഞ്ചായത്തായി പരിഗണിക്കപ്പെട്ടതിന്റെ കൂടി സാഹചര്യത്തിലാണ്. അപ്പോൾ നമുക്ക് വലിയ നിലയിൽ ആ രംഗത്ത് മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനത്തെ ഒന്ന് വിലയിരുത്താമോ? നമ്മുടെ പഞ്ചായത്തിനകത്ത് 24ഓളം സ്കൂളുകളാണുള്ളത്. അതിലെ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളും അതുപോലെ തന്നെ 2 UP സ്കൂളുകളുമാണ്. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 12 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട MLA തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത്. ഹൈസ്കൂളുകളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് LP സ്കൂളുകളിലും ഉൾപ്പെടെ 12 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റ് ആശങ്കകളില്ല. LP സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളുകളും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളും ചേർന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ കീഴിൽ നല്ല നിലയിൽ മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അക്കാദമിക് രംഗത്തും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിലെല്ലാം നല്ല നിലയിൽ തന്നെ നമ്മൾ ഇടപെടുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നല്ല മുന്നേറ്റമാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ ചേർത്താൽ 10-15 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ കാലയളവിൽ നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകളിൽ മാത്രമായി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ശ്രീ സനിൽ PP, ഈ ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്? ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നല്ല നിലയിൽ നടക്കുന്നുണ്ട്. കെ ഷീൽഡ് എന്ന പേരിലാണ് നമ്മൾ ആ പദ്ധതി കതിരൂരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന്റെ തന്നെ ഒരു പ്രത്യേകമായ പ്രൊജക്ട് എന്നുള്ള നിലയിലാണ് ആ പ്രവർത്തനം നടക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികളും മറ്റും വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഇന്നലെ ലഹരി വിരുദ്ധ ദിനം എന്നുള്ള നിലയിൽ ജില്ലാതല പരിപാടിയുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള അവരുടെ ജില്ലാതല പരിപാടി കതിരൂരിലാണ് നടന്നിട്ടുള്ളത്. ഓട്ടംതുള്ളൽ ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ ഒട്ടേറെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കുട്ടികളിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹോട്ട്സ്പോട്ടുകളൊന്നും കതിരൂരിനകത്ത് നിലവിലില്ല. എല്ലാവരും വളരെ വിജിലന്റ് ആണ്. നല്ല നിലയിൽ തന്നെ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പൊതുജലാശയ സംരക്ഷണമൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ജലാശയ സംരക്ഷണമാണ് എങ്കിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒട്ടനവധി ജലാശയങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ നീർത്തടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ ഏതാണ്ട് ഒരു 4 കിലോമീറ്ററോളം പഞ്ചായത്തിനകത്തുകൂടി സഞ്ചരിക്കുന്നതാണ് ഈ കല്ലുംപ്രം തോട് എന്നുള്ളത്. അത് ഈ കാലയളവിൽ നമുക്ക് നല്ല നിലയിൽ സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ നീരൊഴുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ 35 ലക്ഷത്തോളം രൂപ ഇതിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മാത്രം നീക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നബാർഡിന്റെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ഈ രംഗത്ത് കുറെ കൂടി ഇടപെടാൻ വേണ്ടി ഇപ്പോൾ നബാർഡിന് ഒരു പ്രത്യേക പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കാലയളവിൽ നമുക്ക് 3ഓളം കുളം പ്രത്യേകമായി പഞ്ചായത്തിന് നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അവര് സൗജന്യമായി പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു. അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കതിരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിൽ ഒന്നാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം എന്നുള്ളത്. കഴിഞ്ഞ കാലയളവിൽ ഏതാണ്ട് 1 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ആ കുളത്തിന്റെ ചിറയുടെ നവീകരണ പ്രവർത്തനം നേരത്തെ ഒരു തവണ നടന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLAയുടെ കൂടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന് നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംരക്ഷിക്കാൻ കഴിയുന്ന ജലാശയങ്ങളെയെല്ലാം ഈ നിലയിൽ നമ്മൾ സംരക്ഷിച്ച് നിലനിർത്തി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസനങ്ങൾ ആണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനവും ആരോഗ്യ പ്രവർത്തനവും ഒക്കെ മികച്ച രീതിയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്? വയോജനങ്ങളുടേത് നമ്മുടെ പഞ്ചായത്തിനകത്ത് 2 പകൽ വിശ്രമ കേന്ദ്രങ്ങൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
നിങ്ങൾ വിഷ്വലിൽ കാണുന്നത് നമ്മുടെ ഒരു പകൽ വിശ്രമ കേന്ദ്രത്തിലെ ആളുകളുടെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ 2 പകൽ വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. ഈ 2 പകൽ വിശ്രമ കേന്ദ്രങ്ങളിലും നമുക്ക് ആവശ്യമായ ഉപകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ 2 സ്ഥലത്തും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ലിറ്റിൽ തിയേറ്റർ എന്നുള്ള നിലയിൽ, ഒരു ബയോ ലിറ്റിൽ തിയേറ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിച്ചവർക്ക് നല്ല നിലയിൽ സിനിമകളൊക്കെ കാണാൻ കഴിയുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള തിയേറ്ററാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. മറ്റൊരു കേന്ദ്രത്തിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി ഏതാണ്ട് 30 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വിപുലമായ ഒരു തിയേറ്റർ സംവിധാനം കൂടി വരാൻ വേണ്ടി പോകും. ഇപ്പോൾ വയോജനങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ, അവർക്ക് വരാൻ രാവിലെ വന്ന് 3 നേരം അവിടെ ഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചവർക്ക് വൈകുന്നേരം വരെ ഇരിക്കാൻ കഴിയും. അതിന് പുറമെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളുടെ പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് മറ്റ് സൗകര്യങ്ങൾ, ഇപ്പോൾ കട്ടിൽ ഉൾപ്പെടെയുള്ള മറ്റ് സൗകര്യങ്ങൾ ഈ കാലയളവിൽ നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിൽ നമ്മുടെ ഈ രംഗത്തെ പ്രവർത്തനത്തെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വയോസേവന പുരസ്കാരം ഈ കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്തിനെ തേടിയെത്തിയിട്ടുള്ളത്. ഈ രംഗത്ത് നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്നുവെന്ന ആത്മവിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ പിന്നാക്ക വിഭാഗക്കാർക്കായിട്ടുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? SC മേഖലയിലാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ST വിഭാഗം ഇല്ല, SC ആണുള്ളത്. അവർക്കിവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ഇവിടെ പ്രത്യേകമായ ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ളവരുൾപ്പെടെ ഇവിടെ വന്ന് താമസിച്ച് സമീപപ്രദേശത്തെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയായി പോയി പഠിക്കുന്ന ഒരു നിലയുണ്ട്. അപ്പോൾ നല്ല നിലയിൽ ആ രംഗത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് സ്കോളർഷിപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിനിടയിൽ 19 ലക്ഷം രൂപ ഈ രംഗത്ത് ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങളാണ് പിന്നോക്ക മേഖലയിൽ, പിന്നോക്ക വിഭാഗ മേഖലയ്ക്കകത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SC മേഖലയിൽ പ്രത്യേകമായി ഭവന പദ്ധതിയുടെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൗജന്യമായി സ്ഥലം നൽകിക്കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ രംഗത്തെ വിദ്യാർത്ഥികളുടെ പഠനോപകരണങ്ങൾ, ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഇവിടെ പഠന പ്രക്രിയയെ സജീവപ്പെടുത്താൻ അവർക്ക് പഠന മുറികൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ നമുക്ക് ഈ കാലയളവിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ST ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രംഗത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാറില്ല. അതേസമയം SC മേഖലയിൽ നല്ല നിലയിലുള്ള പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഗ്രാമപഞ്ചായത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള വെല്ലുവിളികളൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായാണ്. ഇവിടെ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ അതിർവരമ്പുകളോ വേർതിരിവുകളോ ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. പക്ഷേ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇവിടെ നമ്മൾ ഈ കാലയളവിൽ 1-ലധികം ജനകീയ ഫണ്ട് സമാഹരണം നടത്തുകയുണ്ടായി. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഏഴരക്കണ്ടം കളരി അക്കാദമി ആൻഡ് മ്യൂസിയം, അതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ജനകീയ ഫണ്ട് സമാഹരണം നടത്താനാണ് ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നുമായി വീടുകൾ കയറി അതിന്റെ ഫണ്ട് സമാഹരിച്ചു. ഏതാണ്ട് 1 കോടി രൂപയോളം നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തി. ഇവിടെ ഇപ്പോൾ ഏകദേശം 1 ഏക്കറിലധികം സ്ഥലം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ ഫണ്ട് സമാഹരണത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരും ഈ രംഗത്ത് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, നേരത്തെ ഒരു നമ്മുടെ പഞ്ചായത്തിനകത്തെ രജിസ്റ്റർ ഓഫീസ്, അതുപോലെ KSEB, ഇതിനൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എടുക്കാൻ തീരുമാനിച്ചു. അതും ജനകീയ ഫണ്ട് സമാഹരണമായിരുന്നു. അപ്പോൾ നമുക്കുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ശരിയായ രീതിയിൽ വികസന പ്രവർത്തന കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വെക്കുന്നത്, ആ രീതിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഇല്ല. എല്ലാവരും വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന നിലയാണുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ലേണിംഗ് സെന്റർ എന്ന് പറയുന്ന ആശയം കിലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയപ്പോൾ അതിൽ കേരളത്തിൽ ആദ്യമായി പരിഗണിക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ഒന്ന് കതിരൂരായിരുന്നു. ലേണിംഗ് സെന്റർ എന്ന് പറയുന്നത് കിലക്ക് കീഴിൽ വ്യത്യസ്തങ്ങളായ ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായുള്ള പദ്ധതി പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ഒരു സബ് സെന്ററുകളായി ഈ ലേണിംഗ് സെന്ററുകൾ മാറ്റുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഒരു ലേണിംഗ് സെന്റർ കൂടിയാണ്. സംസ്ഥാന മാതൃകയായിട്ട് മാറിയിട്ടുള്ള വിവിധ പദ്ധതികളെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ ആളുകൾക്ക് വരാനും താമസിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ലേണിംഗ് സെന്റർ എന്നുള്ള ഒരു സംവിധാനം കൂടിയായി അതിലൊരു മാറിയിട്ടുണ്ട്. അപ്പോൾ അത്
ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ കൂട്ടായ പ്രയത്നം തന്നെയാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിന് പ്രചോദനമാകുന്നതും. കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാതൃകാപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് സനിൽ പി പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ സനിൽ. താങ്ക് യു. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.